പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ഓരോ വചനവും എന്തിനാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥം പറയും ഇത് കാളയ്ക്കും പശുവിനു വേണ്ടിയൊന്നും എഴുതിയതല്ലെന്ന് പറയും. അത് വിചിത്രമായൊരു വചനമാണ്. ദൈവവചനം കാളയ്ക്കും പശുവിനും വേണ്ടി എഴുതിയതല്ലെന്ന്. എന്നതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യന് വേണ്ടി എഴുതിയതാണ്. അതാണ്. ഇപ്പോൾ ദൈവവചന ഉൽപ്പത്തി മുതൽ ഇപ്പം നമ്മൾ 1 കൊറിന്തോസ് 1:9 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. 1 കൊറിന്തോസ് 9:9 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 കൊറിന്തോസ് 9:9 എന്തെന്നാൽ ഏറ്റു പറഞ്ഞേ, എന്തെന്നാൽ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ധാന്യം മെതിക്കുന്ന കാളയുടെ വായ നിങ്ങൾ മൂടിക്കെട്ടരുത്. അതാണ് കർത്താവിൻ്റെ വചനം. അതിന് സെൻബോർഡ് കൊടുത്തിരുന്ന വ്യാഖ്യാനം അതീവ ഹൃദ്യമാണ്. താഴെ എഴുതിയിട്ടുണ്ട്, എന്താണ് കാളയുടെ വായ മൂടിക്കെട്ടരുതെന്ന് പറയാനാണോ ബൈബിൾ എഴുതിയതെന്ന്. കാളയുടെ വായ മൂടിക്കെട്ടരുത്, ധാന്യം മെതിക്കുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുത് എന്ന് പറയാനാണോ ബൈബിൾ എഴുതിയത്? പിന്നെ എന്തിനാണ്? അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാളയുടെയും പശുവിൻ്റെയും പക്ഷിയുടെയും കാര്യങ്ങളൊന്നും പറയാനല്ല ബൈബിൾ എഴുതിയത്. ബൈബിൾ മനുഷ്യനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ അവിടെ പ്രതീകമാണ്. കാളയെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകമാണ്. അപ്പോൾ ഒരു കാള എന്ന് പറയണത് അന്നത്തെ രീതി അനുസരിച്ച് ഗോതമ്പിൻ്റെ കതിരുകൾ മെതിച്ചെടുക്കുന്നത് കാളയുടെ ശരീരത്തിൽ വെച്ച് കെട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഉപകരണം, ചക്ക് പോലെ ഉപകരണം കറക്കിയെടുക്കുമ്പോഴാണ് ഇത് മെതിച്ചെടുക്കുന്നത്. അപ്പോഴേ കാളയ്ക്ക് വേറെ ഭക്ഷണം കഴിക്കാൻ പോകാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് നിയമാവർത്തിൽ നിന്ന് വന്നിട്ടുള്ള വചനങ്ങളാണ്. നിയമാവർത്തനം 25:9 അങ്ങനെ ഒരു വചനമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 25:4 മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത്. എൻ്റെ അർത്ഥം എന്താണ്? ആ മെതിച്ച് വീഴുന്ന കതിര് ധാന്യമണികളിൽ നിന്നാണ് കാള ആഹാരം കണ്ടെത്തേണ്ടത്. അതിനെ അനുവദിക്കണം. അത് അതിൻ്റെ അവകാശമാണ്. എന്താ അച്ഛൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിലെ ഒരു സഭാശ്രേഷ്ഠ പ്രാർത്ഥനാപരമായ ഒരു കാര്യത്തിനായി ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊരവസരം ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, എനിക്ക് 16:26 മെസ്സേജ് വന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 16:26 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഈ വചനം വന്നോടുകൂടി നമ്മളിത് വേറെ ചില കോണ്ടസ്റ്റിൽ വരുന്ന വചനങ്ങളാണ്. മഹാലോകായികമായ ജീവിത വ്യഗ്രതകളിൽ സ്വന്തം അധികാരം, സ്വന്തം സ്ഥാനം, സ്വന്തം സമ്പത്ത്, സ്വന്തം സൗന്ദര്യം, സ്വന്തം സ്വാധീനം, സ്വന്തം കസേര, ഇങ്ങനെ കുറേ സാധനങ്ങൾ
ഉറപ്പിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ആത്മാവിനെ നഷ്ടപ്പെടുന്നവർക്ക് വരുന്ന വചനങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ വചനം വന്നിരിക്കുന്ന വേറൊരു കോണ്ടസ്റ്റാണ്. കാര്യം അതിൻ്റെ കൂടെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ സഭാശ്രേഷ്ഠയോട് പറഞ്ഞു, അതിൻ്റെ കൂടെ വന്ന വചനമാണ് ഈ നിയമാവർത്തനം 25:4. അതായത് മെതിക്കുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുത്. അപ്പോൾ ഇത് തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്ഷനാണ് ഈ വചനങ്ങൾ തമ്മിൽ. നമ്മളെപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം, വെറുതെ വചനം എടുത്ത് വായിക്കരുത്. ഭക്ഷണം പോലും വെറുതെ എടുത്ത് വായിലിടുന്ന ആൾക്കാരാണ് നമ്മൾ, പ്രാർത്ഥിക്കാതെ. അപ്പോൾ വചനം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥിക്കാതെ ഒരിക്കലും വചനത്തെ തൊടരുത്. കുറച്ചു നേരം ഇരുന്ന് വചനമാണ് വായിക്കാൻ പോകുന്നത്, ദൈവമാണ് എന്നോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് മൗനത്തിന് ശേഷമേ, പ്രാർത്ഥനയ്ക്ക് ശേഷമേ വചനം തുറക്കാവൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ വചനവും, ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു സിംഗിൾ മീഡിയമാണ്. ഈ മീഡിയത്തിലൂടെ ദൈവത്തിന് ഇൻട്രാക്ഷൻ. ഇപ്പോൾ ഒരു വചനത്തിലൂടെ വേണമെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരോടും അവരുടെ നിലവാരത്തിലും സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മനസ്സ് കൈമാറാൻ പറ്റും. അതാണ് മറ്റു വചനങ്ങളും. എല്ലാ വചനങ്ങളും വളരെ ഇതാണ്, ഈ മൂടിക്കെട്ടിയ വചനമാണ്. അതായത് നമ്മൾ ഈ മനുഷ്യൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനവും തമ്മിലുള്ള പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം വളരെ ഒപ്പേക്ക. അതായത് നമുക്ക് അതൊരു ബേസാണത്. എന്തിനോടും നമുക്ക് ചേർക്കാം, ആരോടും ചേർക്കാം. അപ്പോൾ അവരവരോട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെട്ട് വരും. അത് ഭയങ്കര ട്രാൻസ്പെറൻ്റാണ് വചനം. അല്ലാതെ ഒപ്പേക്കല്ല, ട്രാൻസ്പെറൻ്റാണ് വചനം. അത് കാരണം നമുക്ക് അപ്പുറത്ത് ബ്ലോക്ക് ചെയ്യത്തില്ല വചനം. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടുന്ന വചനമായിരിക്കത്തില്ല, ആ വചനം തന്നെ നാളെ വേറെ അർത്ഥതലത്തിലായിരിക്കും ദൈവം നമ്മുടെ മനസ്സിനോട് ഇൻട്രാക്ട് ചെയ്യണത്. അതുകൊണ്ട് ഭയഭക്തിയോടും ബഹുമാനത്തോടും അതിനേക്കാൾ ഉപരി വചനം കേൾക്കാനുള്ള ഒരു എളിമയോടും പിന്നെ ഒരു പശ്ചാത്താപത്തോടും, അങ്ങനെ കുറേ അടിസ്ഥാന വികാരങ്ങൾ വചനം തൊടുമ്പോൾ നമുക്ക് വേണം. ഇങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദൈവം സംസാരിക്കത്തില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയില്ല, ഒരു കുഴപ്പമില്ല, പക്ഷെ ദൈവം സംസാരിക്കത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും, ആരെങ്കിലും ഒമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ പല പല പാത്രത്തിൽ വിളമ്പും. അങ്ങനെയല്ല, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ഓരോ വ്യക്തികളോടും സംസാരിക്കാൻ. വ്യക്തികൾക്ക് വരുന്ന സംഭവം, ഇവർ പുസ്തകം വായിക്കണ പോലെ, ഈ സാധാരണ പുസ്തകങ്ങൾ വായിക്കണില്ലേ, അതുപോലെ നമ്മൾ നമ്മുടെ പഠന പുസ്തകങ്ങൾ വായിക്കണ പോലെ നമ്മൾ വചനം വായിക്കും. അപ്പോഴെന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഡിവൈൻ ടച്ച്, ഡിവൈൻ സ്മെൽ, ഡിവൈൻ ടെൻസിബിലിറ്റി, ഒരു മാർദ്ദവത്വം, ഒരു ഇൻട്രാക്ഷൻ മൂടുണ്ട്. കാര്യം ചില വചനങ്ങൾ നാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം തുടിക്കുകയും കണ്ണ് നിറയുകയും ചെയ്യും. കാര്യം വചനത്തിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഏറ്റവും വലിയ സംഭവമാണ് ഈ ഹൃദയം തുടിപ്പെന്ന് പറയുന്നത്. തുടിക്കുക. അതായത് മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം കൊടുക്കുമ്പോൾ അവിടെ ഹൃദയം തുടിക്കും. വെറുതെ തുടിച്ച് അവിടെ ഇരിക്കുകയല്ല, അവർ എടുത്ത തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് അവർ തിരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി പോകും. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുടിക്കാൻ മാത്രം എന്നിൽ ദൈവസ്നേഹം നിറക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, വചനം അങ്ങ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനും മാംസമാക്കുവാനും ലോകത്തിന് കൈമാറുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങൾ കിട്ടിയപ്പോഴേ ഞാൻ ആ സഭാശേഷയോട് പറഞ്ഞു, സിസ്റ്ററിന് ഒരു ലോകമുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് ലോകം? അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവ തിരുസന്നിധിയിൽ വ്യക്തവും കൃത്യവും സുനിശ്ചിതവുമായിട്ട് ചെയ്തു തീർക്കുക. അവരങ്ങനെ ചെയ്തു തീർക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം അവരുടെ സഭയുടെ നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്കൊക്കെ എടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കാര്യസം അനുസരിച്ച് ആ ശുശ്രൂഷ സമിതിയുടെ കാര്യസം അനുസരിച്ച് കൊണ്ട് പുതിയ പുതിയ തലമുറയെ വളർത്തി ആ കാര്യസം അനുസരിച്ച് കൊണ്ട് അവരെ പ്രവർത്തിക്കാൻ വിട്ട് ആ സ്ഥാപനങ്ങൾ അതിന് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ ഭംഗിയായി ഭരിച്ച് ദൈവനാമത്തെ മഹത്വത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ പരിപോഷണ പ്രവർത്തനങ്ങളിലൂടെ അതാണ് അവരുടെ ലോകം. അതാണ് ലോകം. നമ്മൾ പറയുന്ന ഈ ലോകത്തിന് ഈ ലോകമെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോതാണ്. അവരവരെന്ത് ആഗ്രഹിക്കുന്നുവോ ഇഷ്ടപ്പെടുന്നുവോ അതിലേക്ക് അവരവരെന്തിലേക്ക് അവരുടെ മനസ്സ് ഉറപ്പിക്കുന്നുവോ അതാണ് അവരുടെ ലോകം. ഇപ്പോഴേ ഈശോ എന്താണ് സിസ്റ്ററിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിഗംഭീരമായി മനോഹരമായി നിർവഹിച്ചാലും അങ്ങനെ നിർവഹിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആത്മസ്ഥിതിക്ക് പരിപോഷണം ഉണ്ടാകുമെന്ന് കരുതരുതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഒരു അറിവായിരുന്നു. കാര്യം നമ്മളോർക്കും നമ്മളുടെ വിളിയും ദൗത്യവും അനുസരിച്ച് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുമ്പോൾ അതല്ലേ ദൈവ വിളി, അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ ഇപ്പം എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ ലക്ഷ്യങ്ങൾ അനുസരിച്ച് കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചാലും അതും ചിലപ്പോൾ നമ്മുടെ സ്വന്തമായ ആത്മപരിപോഷണവുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആകത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിളിയാണത്. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷയം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമായി നഷ്ടപ്പെട്ട പുണ്യപൂർണ്ണത തിരിച്ചു തന്നിട്ട് ദൈവതുല്യമായി നമ്മളെ മാറ്റി മഹത്വത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കുക എന്നുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവമഹത്വത്തിൽ നമ്മളെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആത്മാവ് ഈ ശുശ്രൂഷ കൊണ്ട് പരിപോഷണമാകുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഗതികേട് പ്രൊഫഷണലാണ്. എല്ലാം പ്രൊഫഷണലാണ്, തൊടാൻ പറ്റണില്ല. പ്രൊഫഷണലെന്ന് അമച്ചറെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയും ഒരു ചിരി പോലും പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ചില നടപ്പ് പ്രൊഫഷണൽ അല്ലെന്ന് പറയും. ചിരി ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ചിരിക്കണേ എങ്ങനെയാണെന്ന്. ചുമ്മാ വായിലേക്ക് ചിരിക്കാതെ വരത്തില്ല. ആ ചിരിക്കുന്നതിന് എത്ര ആംഗിളിലേക്ക് ചുണ്ട് പോകണം, കിറി എന്തുമാത്രം അതിന് പ്രവർത്തിക്കണം, അവരെ എന്തുമാത്രം കവിൾ പൊങ്ങണം, എന്തുമാത്രം നേരെ ആ ചിരി ഉണ്ടാകണം. ചിരിയുടെ ദൈർഘ്യം കൂടി കഴിഞ്ഞാൽ അമ്മച്ചറാകെ പോകും. അപ്പോൾ പ്രൊഫഷണൽ ചിരി വരെ പ്രൊഫഷണൽ ആകുന്ന ഒരു കാലമാണ്. പഠിപ്പിക്കണത് അതായത് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ഒരു രീതികളുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ വർക്ക്, നമ്മളെ ഏൽപ്പിച്ച ജോലി എല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യും. എല്ലാം പ്രൊഫഷണലായിട്ട് ചെയ്യും. പക്ഷേ ഈ പ്രൊഫഷണലിസം കൊണ്ട് നമ്മുടെ ആത്മാവ് രക്ഷപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. കർത്താവ് നോൺ പ്രൊഫഷണലായിരുന്നു ശരിക്കും. കേൾക്കുമ്പോൾ നമുക്ക്, അതായത് പിതാവേ എല്ലാം അങ്ങനെ ഏൽപ്പിച്ച ജോലി
ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയുന്നില്ലേ? 17:4 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പിതാവേ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയും. അപ്പോൾ പൂർത്തിയാക്കിയ പ്രൊഫഷണലായിട്ട് പൂർത്തിയാക്കണമല്ലോ. പക്ഷേ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ കക്ഷികളാണ് നിൽക്കുന്നത്. ആര്? അടുത്ത 5 മിനിറ്റിനുള്ളിൽ തള്ളിപ്പറയാൻ വേണ്ടി ഇരിക്കുന്ന കക്ഷികളാണ് ഇവർ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോണ കക്ഷികളാണ് ഈ കക്ഷികളാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യുമെന്നാണ് പറയണത്? അപ്പോഴത് ചെയ്തിട്ടില്ല. അത് പ്രൊഫഷണലായിട്ട് ചെയ്യണത് ഇവരല്ല, പരിശുദ്ധാത്മാവാണ്. ദ പ്രൊഫഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. സഭയ്ക്കും വേണ്ടത് അതാണ്. ഇപ്പം നമ്മൾ ലിറ്റർജികൾ വളരെ നാടകീയമായ രീതിയിൽ ഡ്രമാറ്റിക്കായിട്ട് ഭയങ്കര റോമൻ എംപീരിയലായിട്ടൊക്കെ നമ്മൾ മൂവ്മെൻ്റൊക്കെ നടത്തി അവതരിപ്പിച്ചു. പക്ഷേ കർത്താവ് വരിക എന്നുള്ള ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ ഒരു കിയാസമാണ് ശരിക്കും. വളരെ വിഷ്വലായിട്ടും പിന്നെ അതിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഒരു അഭിജാത്യമായ ആരാധനക്രമം, അത് കറക്റ്റാണ് സംഭവം. പക്ഷേ അതും ആധ്യാത്മിക അനുഭവവും തമ്മിൽ നോട്ട് കണക്റ്റഡ്. നമ്മളുടെ പ്രൊഫഷണലിസം നമുക്ക് സംഭവിക്കേണ്ടത്, എപ്പോഴും വരേണ്ടത്, ദൈവവും നമ്മളും പരിശുദ്ധാത്മാവ് എത്ര കണ്ട് ആ വ്യക്തിയിൽ, ആ വിഷയത്തിൽ, ആ ശുശ്രൂഷയിൽ പ്രവർത്തനക്ഷമമാകുന്നുവോ അതാണ് ആധ്യാത്മികമായ സ്പിരിച്വൽ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെയും ചിന്താഗതികളെയും പ്രാർത്ഥനാ സമർപ്പണങ്ങളെയും ക്രമീകരിച്ച് തരണമേ കർത്താവേ. എൻ്റെ വിജയവും എല്ലാം കർത്താവേ അടിസ്ഥാനപരമായി അങ്ങയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആ സിസ്റ്ററിനോട് ഉടനെ പറഞ്ഞത്, സിസ്റ്ററെ, നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പുന്നത് ഭക്ഷിക്കുക. കർത്താവ് പറഞ്ഞ വാക്കാണ്. ഇതാണ് നമ്മുടെ, അതായത് നമ്മളുടെ ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിയമാവർത്തനം 25:4 എന്താണ്? കറ്റമെതിക്കുന്ന കാളയുടെ വായ തുന്നിക്കെട്ടരുത്. അതുമായിട്ടാണ് ഈ വചനം കണക്ട് ചെയ്യേണ്ടത്. ഇതെന്താ പറയുക? ലൂക്കായുടെ സുവിശേഷം 10:8 ലൂക്കായുടെ സുവിശേഷം 10:8 എന്താ പറയണത്? നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കുക. പക്ഷെ അതിൻ്റെ മുമ്പിലൊരു വചനമുണ്ട് 10:7. ലൂക്ക 10:7 വചനമുണ്ട്. എന്താ കാര്യം? എന്തടിസ്ഥാനത്തിലാണ് കർത്താവ് ഇത് പറഞ്ഞത്? ഭക്ഷണം കഴിക്കണ കാര്യത്തിൽ മാത്രമല്ല, വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. വേലക്കാരൻ ലൂക്ക 10:7 വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. അപ്പം ഈ കൂലി കിട്ടണ സംഭവമില്ലേ? ഈ കൂലി കിട്ടണത് എന്ന് പറയണത് ഒരു പക്ഷേ നമ്മൾ പറയണ അർത്ഥത്തിലല്ല, ആത്മാവിൻ്റെ കൃപയായിട്ടാണ് കൂലി കിട്ടണത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ആത്മാക്കളെ ഇപ്പം നമ്മുടെ ശുശ്രൂഷകളുടെ എല്ലാം ലക്ഷ്യം എന്താ? ആധ്യാത്മികമായ എല്ലാ ശുശ്രൂഷകളുടെയും ഭൗതിക ശുശ്രൂഷകളുടെയും ലക്ഷ്യം എന്താണ്? കൂദാശകളുടെ ലക്ഷ്യം എന്താണ്? ആത്മാവിനെ പുണ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പുണ്യമാണ്, കൃപയാണ് കൂലി. ഈ കൂലി കിട്ടണമെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂലി നമുക്ക് ക്യാഷായിട്ടും കൈൻഡായിട്ടും കിട്ടും. എങ്ങനെയാണ് കൂലി കിട്ടണത്? ഇപ്പം നമ്മൾ നിൻ്റെ വീട്ടിലൊരു കിടപ്പ് രോഗിയെ നീ ശുശ്രൂഷിക്കുന്നു.
ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആ കിടപ്പ് രോഗി ചിലപ്പോൾ വാദമാകാം, ചിലപ്പോൾ വേറെ വല്ല ക്ഷീണ രോഗമോ അല്ലെങ്കിൽ മുറിവോ വേദനയൊക്കെ ഉള്ളതാകാം, ചില വാദപ്പനിയാകാം, എന്തോ മാറാത്ത പനിയാകാം. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ആ വീട്ടിൽ പല ആൾക്കാരുണ്ട്, പക്ഷേ ഒരു പെർട്ടിക്കുലർ പേഴ്സണാണ് ഈ രോഗി, കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുന്നത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, ആ കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ചുള്ള അവസ്ഥ അറിയാമല്ലോ. ഒരിക്കലും ഒരു രോഗി ഇന്നുവരെ തൃപ്തനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് കഞ്ഞി കൊടുത്താൽ പറയിപ്പ് വേണ്ടെന്ന് പറയും, കുടിച്ചിട്ട് പകുതി അവിടെ വെക്കും. അപ്പോൾ നമ്മൾ പാത്രം കഴുകാൻ കൊണ്ട് ചോദിക്കുമ്പോൾ അയ്യോ കഞ്ഞി എന്തെന്ന് ചോദിക്കും തിരിച്ച്. അപ്പോൾ ആ പാത്രം കഴുകി വെച്ചല്ലോ. അപ്പോൾ ഇവർ അതുകൊണ്ട് കൊടുത്ത, അപ്പോൾ അവർക്കപ്പോൾ വിശപ്പ് കെട്ടായിരുന്നു. അപ്പോൾ നമ്മളോടത്ത് ഈ പാത്രം കഞ്ഞി തണുത്ത് പോകല്ലേ, പാത്രം കഴുകി വെച്ചേക്കാന്ന് നമ്മൾ ചെയ്തു. പക്ഷെ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ആ രോഗി ഇവരെ തോന്നിവാസം പറയുന്നു വരും. ഇങ്ങനെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യങ്ങളിൽ കിടക്കണ രോഗി ശുശ്രൂഷിക്കുന്ന ആളെ തോന്നിവാസം പറയും. അപ്പം നമ്മുടെ മനസ്സിൽ വിചാരിക്കും പിശാച് വല്ല വെള്ളവാണ്ടും മരിച്ചാൽ മതിയായിരുന്നെന്ന്. സാധാരണ മനുഷ്യൻ ചിന്തിക്കണ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീട്ടിൽ 5 പേരുണ്ടല്ലോ, 5 പേരിൽ ആ രോഗിയിൽ നിന്ന് കൂടുതൽ വഴക്ക് വാങ്ങിക്കുന്നത് ആരാ? ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച ആളാണ്. ശുശ്രൂഷിക്കാത്ത ആർക്കും ഒരു വഴക്കില്ല. ഉണ്ടോ? അവർ വല്ലപ്പോഴും വന്നിട്ട് അമ്മ സുഖമാണ് അമ്മ സുഖമാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരോട് ചിരിയും കളിയും ഒക്കെയാണ്. ശുശ്രൂഷിക്കുന്ന ആളുടെ ചിരിയും കളിയും ഇല്ല, ആട്ടും തുപ്പുമാണ്. ഈ ഒരു സെയിം തിങ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ശുശ്രൂഷിക്കുന്ന ആളിന് എന്താ കിട്ടുന്നത്? ആട്ടും തുപ്പും വഴക്കും വൈരാഗ്യവും കെറിവും ഒക്കെയാണ്. പല ആൾക്കാരും നമ്മൾ ശുശ്രൂഷിച്ചത് നമ്മളോട് വെറുപ്പോടു കൂടിയാണ് മരിച്ചു പോയെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹിച്ചുകൊണ്ടല്ല. നമ്മൾ പല ആൾക്കാരും അവർ മരിച്ചു പോയത് അവരെ ശുശ്രൂഷിക്കാത്തവരോടുള്ള സ്നേഹത്തോടു കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, വെറുപ്പോടു കൂടിയല്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നതാണ് നമ്മുടെ ലോകം. മനസ്സിലായില്ലേ? ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നു, അവിടെ എല്ലാ ശരീര കാലാവസ്ഥകളും നോക്കിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നു. രോഗിക്ക് ഒരിക്കലും ഒരു കാര്യവും തൃപ്തിപ്പെടത്തില്ല. അവരെപ്പോഴും നമ്മുടെ ശുശ്രൂഷിക്കുന്നവരെ തിരിച്ചറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് കിട്ടണ ഒരു സംഭവമുണ്ട്, അതാണ് നമ്മുടെ വിളമ്പണത് ഭക്ഷിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം. നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ 10:08 വീടല്ല എവിടെ നിൻ്റെ ശുശ്രൂഷ മേഖല. അപ്പോസ്തലന്മാരെ ശുശ്രൂഷിക്കാൻ പഠിക്കണം കർത്താവ്. എന്നിട്ടാണ് നീ പറയണത് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് വിളമ്പണത് ഭക്ഷിക്കാൻ പറയും. അപ്പം നമ്മുടെ ശുശ്രൂഷ മേഖലയുണ്ട്. ചിലപ്പോൾ ഭർത്താവാകാൻ നീ അതിൻ്റെ ശുശ്രൂഷ മേഖലയാണ്. അപ്പം നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും, ഭാര്യ ഉണ്ടാവും. ഭാര്യയാകാൻ നീ അതിൻ്റെ ശുശ്രൂഷ മേഖലയാണ്. നിനക്ക് ഭർത്താവുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരുണ്ടാവും. ചിലപ്പോൾ കെട്ടാതെ നിൽക്കുന്ന നാത്തൂന്മാരുണ്ടാവും. കെട്ടാതെ നിൽക്കണ നാത്തൂന്മാരെ എന്നെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഇന്ന് വരെ ഞാനൊരു 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കെട്ടാതെ നിൽക്കുന്ന നാത്തൂന്മാരുള്ള കുടുംബങ്ങളിൽ കെട്ടി വന്നവരായിരിക്കും പിന്നീട് കൊച്ചു ത്രേസ്യയായിട്ടും അൽഫോൻസാമ്മയായിട്ടൊക്കെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത്. എന്താ കാരണം വെച്ചാൽ അതൊരു കുരിശു മരണമാണ്. അവരെ ഒന്നും നിങ്ങൾ കുറ്റം പറയരുത്. ചിലപ്പോൾ ഇപ്പം അവരെ കെട്ടാൻ നിൽക്കുന്നവർ ചിലപ്പോൾ അധികാര പ്രമത്തതയുള്ളവരായിരിക്കാം, ചിലപ്പോൾ രോഗികളായിരിക്കാം, ചിലപ്പോൾ നിനക്ക് ജീവിത പങ്കാളിയുണ്ട്, അവർക്ക് ജീവിത പങ്കാളി ഇല്ലാത്തത് കാരണം നിന്നോട് കുശുമ്പോൾ അസ്വസ്ഥതയുണ്ടാകാം. ചിലപ്പോൾ നിനക്ക് നിൻ്റെ സമാധാനവും സന്തോഷവും സഹിക്കാത്ത വ്യക്തിയാകാം. ചിലപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളെ നീയുമായിട്ട് പിരിക്കാൻ അവരിഷ്ടപ്പെടുന്ന വ്യക്തിയാകാം. ഇങ്ങനെ പലതരത്തിലുള്ള കുരിശുകളുണ്ട്, എന്നിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് ചിലപ്പോൾ. പക്ഷേ ആധ്യാത്മികമായി നീ ഔന്നത്യം പ്രാപിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കാൻ പാടാണ്. നമ്മൾ ഭർത്താവിനോട് പറയും താനും തന്നെ പെങ്ങളായിട്ട് ഭർത്താവ് ഞാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കെട്ടുമുറുക്കി പോകും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ചില ആൾക്കാരെ അവരുടെ മാനസികാവസ്ഥകളെല്ലാം കണ്ടുകൊണ്ട് വളരെ സമാധാനത്തോടെ നിൽക്കും, ഒരക്ഷരം പറയാതെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയുടെ സംസാരം വെള്ളിയാണെങ്കിൽ അമ്മയുടെ മൗനം സ്വർണ്ണമാണെന്ന് പറഞ്ഞു. എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്.
അമ്മ ചില സമയത്തൊക്കെ മിണ്ടാണ്ടിരിക്കും. അപ്പം ഞാനിവിടെ അതിജീവനം അമ്മയോടെ പോകുന്ന ശുശ്രൂഷയ്ക്ക് ഞാൻ പറഞ്ഞു, അമ്മയുടെ സംസാരങ്ങൾ, അമ്മ കുറേ സംസാരിക്കും, സംസാരിക്കാത്ത ആളൊന്നുമല്ല, ആവശ്യമുള്ള സ്ഥലത്ത് എല്ലാം സംസാരിക്കും. അത് ഈശ്വരനോട് സംസാരിക്കും, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. പക്ഷെ ചില സമയത്ത് ആൾ കംപ്ലീറ്റ് സൈലൻസ് ആകും. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു രഹസ്യ വിചാരം എന്ന് പറയുന്നത്, അമ്മയുടെ സംസാരം വെള്ളിയാണ്, പക്ഷെ അമ്മയുടെ മൗനം സ്വർണ്ണമാണെന്ന്. മൗനം സ്വർണ്ണമാണ്. ഇപ്പം കെട്ടാതെ നിൽക്കുന്ന ഒരു നാത്തൂനുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ട് എന്നാ അവളെ കെട്ടാതെ നിൽക്കുന്ന കാരണം പല കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ പണസംബന്ധമായ ആ വീട്ടിൽ ആ സമയത്ത് ഇല്ലാതെ വന്നാം, ചിലപ്പോൾ അവളെ രോഗിയായി കാണാം, ചിലപ്പോൾ അവളുടെ അനിയത്തി കയറി ആരെങ്കിലും ലൈനടിച്ച് അവനെ കെട്ടിയെന്ന് വരാം, അപ്പോഴും ചേട്ടൻ നിന്ന് പോയെന്ന് വരാം. പല സമ്മർദ്ദങ്ങളുണ്ടായും പാവം അങ്ങനെ നിന്ന് പോണതേ. ചിലപ്പോൾ സൗന്ദര്യത്തിൽ കുറഞ്ഞു വന്ന് വരാം, ചിലപ്പോൾ അവളെ കെട്ടിക്കേണ്ട സമയത്ത് വീട്ടിൽ അതിനേക്കാൾ വലിയ വേദനയും വിഷമവും ഉള്ള ഒരു കാലമാകാം, പാവപ്പെട്ടവൾ നിന്ന് പോയി. ചിലപ്പോൾ അവൾക്ക് പുരുഷവിരോധമുള്ളവരുണ്ടാകും കുഴപ്പം. ഇപ്പം നമ്മൾ പുരുഷവിരോധം എന്ന് പറയണില്ലേ, ഇപ്പം നമ്മൾ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സിലാക്കിയിരിക്കുന്ന രീതി, എല്ലാ ഫെമിനിസ്റ്റുകളെയും ഞാൻ പറയണില്ല, പക്ഷെ ചില ഫെമിനിസ്റ്റുകൾ അവർക്ക് മാസ്കുലിൻ ജെൻഡറാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ അവർ യൂണക്സ് ഒന്നുമല്ല, അവർക്ക് അവരുടെ ബ്ലഡിൽ മാസ്കുലിൻ ട്രെൻഡ്സാണ് ഉള്ളത്, അല്ലാതെ അവർ ക്രോമസോമിൻ്റെ കാര്യം ഞാൻ പറയുകയല്ല. പക്ഷെ അവരുടെ ബ്ലഡിൽ മാസ്കുലിൻ ട്രെൻഡ്സ് ഉണ്ടാവും, പ്രവണത ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം സംബന്ധിച്ച് ആ രീതിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ അവർ ആക്ടിവിസ്റ്റാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അവർ ആക്ടിവിസ്റ്റ് അല്ല, അവരുടെ സ്വഭാവമാണത്. നമ്മൾ ആട്രിബ്യൂഷൻ ചെയ്യണതാണ് ആക്ടിവിസം എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാരെ അവർക്ക് മാസ്കുലിൻ ട്രെൻഡ് ബ്ലഡിലുള്ളിടത്തോളം കാലം മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നതിന് വൈമുഖ്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ പല സമയത്ത് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ വേറെ വിഷയം ഉണ്ടാകും. കാര്യം ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ കുരിശിൻ്റെ പുറത്ത് പിള്ളേർ കയറി നിന്ന് കോമാളിത്തരം കാണിച്ചു. 2 സ്ഥലങ്ങൾ കേരളത്തിൽ ഭയങ്കര ചർച്ച ചെയ്യും. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ആ വിഷയം ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത് കുട്ടികൾ ചെയ്തതല്ല, അത് സംഘടിതമായിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ കുട്ടികളെന്ന് പറയുമ്പോൾ അവരാരും കേസിൽ പെടുത്താൻ പറ്റുന്ന കുട്ടികളല്ല. കൗമാരക്കാരെ മിക്കവാറും 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മാത്രം സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ബോധപൂർവമായിട്ട് ചില വിഷയമാണ്. ഈ വിഷയങ്ങളുടെ പുറകെ പോയാൽ ഇനിയും വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടാകും. കാര്യം പർപ്പസ്ഫുള്ളായിട്ട് ചില വിഷയങ്ങൾ അജിറ്റേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ പേരിൽ ചില മുതലെടുപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും അച്ഛന്മാർ പറഞ്ഞത് എന്താണെന്ന് പ്രതീക്ഷ പറഞ്ഞു വെച്ചാൽ, നമ്മളെ മറ്റുള്ള ആൾക്കാരെ പോലെ പ്രതികരിക്കാൻ നിൽക്കരുത്, തന്തയ്ക്ക് വിളിക്കുക, തോന്നിവാസം പറയുക, അങ്ങനൊന്നും ചെയ്യരുത്. ക്രിസ്ത്യാനിയുടെ ക്ലാസിക്കലായിട്ടുള്ള പ്രതികരണ രീതികളുണ്ട്, അത് ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ആ ഉപദേശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് കറക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടനെ വടിവാളം എടുത്ത് വാക്കത്തീവ് എടുത്ത് നമ്മളതിൻ്റെ പിറകെ വി ആർ ക്രിസ്ത്യൻസ്. കാര്യം കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത സമയത്ത് പോലും കർത്താവ് ആ വാളിന്മേൽ അരുതെന്ന് പറഞ്ഞതാണ്. അങ്ങനെ നീ വാളെടുത്ത് എന്നെ സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന്, വാളെടുത്ത് എന്നെ സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് സ്വന്തം ജീവിതം ക്രൈസിസിൽ നിൽക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നീ ആയുധം എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്, അരുതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൈ നീണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ്റെ കൈയായിട്ട് ചരിത്രം വിലയിരുത്തത്തില്ല. കുറഞ്ഞ പക്ഷം അത് കണ്ടവരെങ്കിലും വിലയിരുത്തിയിട്ടില്ല. അവർ പറഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൈ ആയിരിക്കുമെന്ന്. യഥാർത്ഥമായ ദൈവത്തെ വിശ്വസിക്കുന്നവൻ നല്ല കോമാളിത്തരം ആരെങ്കിലും എവിടെയെങ്കിലും കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ വടിയും വഴുകയും വാളുമെടുത്തൊന്നും പോകത്തില്ല. ഇതിൽ പ്രേ. നമ്മുടെ കയ്യിൽ ലോകത്തിന് ആർക്കുമില്ലാത്ത അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ ആർക്കുമില്ലാത്ത സ്വാധീനമുണ്ട്, നമ്മുടെ കയ്യിൽ ആർക്കുമില്ലാത്ത രീതിയിലുള്ള കൃപയുണ്ട്. കാര്യം എന്താണ്? നമ്മൾ സത്യമായ ദൈവത്തെ വിശ്വസിക്കുന്നത് ഈ ലോക ജീവിതത്തിലെ ജയപരാജയങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ചതിന് വേണ്ടിയാണ്. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവും നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ വാക്കിനും മറുപടി കൊടുക്കാൻ വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണിത്. അതുകൊണ്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു,
സിസ്റ്ററെ, നീ സ്വന്തം നിത്യതയ്ക്ക് വേണ്ടി എന്താണ് ഹൗസിൽ നിന്ന് ലഭിക്കണത്? ലൂക്കായുടെ സുവിശേഷം 10:8 അനുസരിച്ച് കൊണ്ട് വിളമ്പണത് ഭക്ഷിക്കണം, ഭക്ഷിക്കാതിരിക്കരുത് എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? പല നീരസങ്ങളും നമ്മൾ ശുശ്രൂഷിക്കുന്നിടത്ത് നമുക്ക് കിട്ടും. പല തള്ളിപ്പറച്ചിലുകളും നമ്മൾ ശുശ്രൂഷിക്കുന്നിടത്തു നിന്ന് നമുക്ക് കിട്ടും. അത് നമ്മളുടെ കാര്യം നമ്മൾ എത്ര വളരെ സുന്ദരമായ രീതിയിൽ എല്ലാവരും നോക്കിയാലും തിരക്കിയാലും അന്വേഷിച്ചാലും പരിപാലിച്ചാലും അവസാനം നമ്മൾക്ക് കുറ്റമായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. ഇതാണ് വിളമ്പണതെന്ന് പറയണത്. ഇപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊഫഷണലായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നാലും നിൻ്റെ ആത്മാവ് പുണ്യപൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണം. ഇതാണ് നിൻ്റെ കൂലി എന്നാണ് 10:7 പറയണത്. അതിൻ്റെ മുകളിലുണ്ടേ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം. എന്താണ്? വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. അതായത് നമ്മുടെ സുഭാഷിതങ്ങളുടെ പുസ്തകമില്ലേ, സുഭാഷിതങ്ങളുടെ പുസ്തകം 27:18, അതായത് അത്തിവൃക്ഷം നടുന്നവൻ അതിൻ്റെ ഫലം കഴിക്കും. എന്ത് രസമാണ് ബൈബിൾ കേൾക്കാൻ. അത്തിവൃക്ഷം നടുന്നവൻ അതിൻ്റെ ഫലം കഴിക്കും. ഇപ്പം നമ്മൾ ക്ലേശങ്ങളുടെ ഒരു ഫലമുണ്ട് ശരിക്കും. പക്ഷേ അത് കർത്താവ് തരുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ വിഷയങ്ങളെല്ലാം തീരും. എന്താ കാര്യം? എല്ലാത്തിലും ഫലമുണ്ട്. ക്ലേശങ്ങളുടെ ഫലം ആരാ തരണത്? അത് മനുഷ്യനല്ല, അത് കർത്താവാണ്. അതാണ് വചനം എഴുതിയിരിക്കുന്നത്. കർത്താവ് എനിക്ക് ക്ലേശങ്ങളുടെ അപ്പവും. അതിസുന്ദരമായൊരു വചനമുണ്ട്. കർത്താവ് എനിക്ക് ക്ലേശങ്ങളുടെ അപ്പം തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന്, കർത്താവിനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശങ്ങളുടെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐസയ 30:20 തിരുവചനങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇപ്പോൾ ഈ രോഗിയിൽ നിന്ന് അല്ലെങ്കിൽ ശുശ്രൂഷ എവിടെയാണ് നീ ശുശ്രൂഷിക്കുന്നത്, ആ ഇടത്തിൽ നിന്ന് നമുക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും, അപ്പോൾ ആ വ്യക്തിയല്ല, നമ്മൾ ശുശ്രൂഷിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് കർത്താവാണ് തരുന്നത് എന്നുള്ള തിരിച്ചറിവ്. കർത്താവാണ് തരുന്നത്. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതാണ് കൂലി എന്ന് പറയുന്നത്. അപ്പോൾ കൂലി തരണത് ആരാണ്? ഇപ്പം 10:7 നമ്മൾ വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം, വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ്. 10:8 വായിക്കുന്നു, വിളമ്പണത് ഭക്ഷിക്കാൻ. നമുക്ക് എന്താ തരണത് അത് ഭക്ഷിക്കണം. ഇപ്പം എന്താ പറയണത്? ഈ കൂലി തരണത് ആരാണ്? കർത്താവാണ്, അല്ലാതെ ആ രോഗിയല്ല. അവിടെ അതാണ് വിഷയം വരുന്നത്. ഇത് ഈ വചനത്തോട് കൂട്ടി വെക്കേണ്ടത് ഐസയ 30:20 എന്താണ്? കർത്താവ് എനിക്ക് പറഞ്ഞേ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു അതാണ് പ്രശ്നം. ഇപ്പൊ കർത്താവല്ലത് ഗുരുവാ. കർത്താവ് നമ്മളെ പഠിപ്പിക്കുക കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ 45 നമ്മൾ വായിക്കണില്ലേ, ഈ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചും കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുമെന്ന് അല്ല. കുറച്ച് പിള്ളേരെ പഠിപ്പിക്കും, കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാതിരിക്കും എന്നല്ല പറയണത്. 6:45 യോഹന്നാൻ്റെ സുവിശേഷം എന്താണ്? അവരെല്ലാവരും ഏറ്റു പറഞ്ഞേ,
അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. പഠിപ്പിക്കപ്പെടും. അപ്പം ഈ വചനം തമ്മിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പം തരും. അപ്പം തരണത് ആരാണ്? കർത്താവ്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. അപ്പോൾ പഠിപ്പിക്കുന്നത് ആരാണ്? ദൈവം. അപ്പം എല്ലാ വിഷയത്തിലും ആരെ കാണണം? നാത്തുവിനെ കാണരുത്, അയൽവാസിയെ കാണരുത്, നിനക്ക് പാര വെക്കുന്നവർ, നിനക്ക് സൂചി വെക്കുന്നവരെ ആരെയുമേ കാണാൻ പാടില്ല. പിന്നെ ആരെ കാണണം? കർത്താവിനെ കാണണം, കർത്താവിനെ മാത്രം കാണണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെയാണ് ലൂക്ക 13:8 ചേർത്ത് ധ്യാനിക്കുന്നത്. കാരണം വെച്ചാൽ ലൂക്ക 13:8 പറയണത് ചില മരങ്ങൾ നമുക്ക് വരുമാനമൊന്നും തരത്തില്ല. ചില മരങ്ങൾ നമുക്ക് വരുമാനമൊന്നും തരത്തില്ല എന്നാണ് പറയുന്നത്. ഉണ്ടാക്കുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, സാഹചര്യങ്ങൾ ഇതെല്ലാം ഒഴിവാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വെട്ടാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ കർത്താവെതിരെ വരും. വെട്ടണ്ട, നിൽക്കട്ടെ എന്ന് പറയും. നമുക്ക് ഒരു അവസരം തരാമെന്ന്, നമുക്കൊരു അവസരം കൂടി കൊടുക്കാം. അവസരങ്ങൾ കൊടുക്കണ ദൈവം. കർത്താവിൻ്റെ പഠനങ്ങളിൽ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. നമ്മൾ ക്ഷമയെന്നാണ് അതിനെപ്പറ്റി പറയണത്. ചുമ്മാ ക്ഷമയെന്നും പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നമുക്കൊരു എന്തിനാണ് കൊടുക്കണത്? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വരുമാനം ഇല്ലാത്ത വിഷയം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അനുകൂലമായി, നെഗറ്റീവല്ല, പോസിറ്റീവായിട്ടുള്ള വരുമാനമാണ്. പോസിറ്റീവായിട്ട് വരുമാനമില്ലാത്ത നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന, സൗഖ്യം ഉണ്ടാക്കുന്ന, വളർച്ച, ഭൗതിക വളർച്ച ഉണ്ടാക്കുന്ന ഒരു ഗുണവും ഇല്ലാത്ത വിഷയങ്ങൾ ചെയ്യില്ല. ഇപ്പം ഞാൻ ചില സമയത്ത് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഈച്ചനെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് സാധനം കാണുമെങ്കിൽ അരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഈ പാമ്പ് വർഗ്ഗങ്ങൾ എന്തുമാത്രമാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരു പാമ്പ് കടിക്കണ പേടിയല്ല, ഇതിനെ കാണാൻ തന്നെ ഒരു വൃത്തികേടാണ് ഈ സാധനത്തിന്. അപ്പം ഞാൻ കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഈ പാമ്പിനെയൊക്കെ ഒഴിവാക്കി എന്തിനാ സൃഷ്ടിച്ചെന്ന് ചോദിക്കും. അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും നമുക്കിഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കണമെന്നുള്ള ഒരു രീതിയാണ്. നമുക്കിഷ്ടമില്ലാത്ത കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന്, അതൊരു മെൻറ്റാലിറ്റിയാണ്. അല്ല, അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായൊരു മെൻറ്റാലിറ്റിയാണ്. നമുക്കിഷ്ടമില്ലാത്തതിന് അവസരം നിഷേധിക്കണമെന്ന്, നമുക്കിഷ്ടമില്ലാത്തതിന് അവസരം നിഷേധിക്കണം എന്ന് വെച്ചാൽ നമുക്ക് സുഖവും താല്പര്യവും സന്ധിപ്പും സമാധാനവും സന്തോഷവും സമ്പത്തും അധികാരവും പേരും തരാത്ത ഒന്നിനെയും വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നിലപാടിന് എതിരെയാണ് ക്രിസ്തു. അതാണ് കുരിശെന്ന് പറയണത്. കുരിശ് കാണുമ്പോൾ തന്നെ നോക്കുമ്പോൾ എന്തിൻ്റെ എതിരാണല്ല, എതിർചിഹ്നമാണല്ല കുരിശ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുഖം, നമുക്ക് സംരക്ഷണം, നമുക്ക് സമ്പത്ത്, നമുക്ക് അധികാരം, നമുക്ക് സന്തോഷം, നമുക്ക് സുരക്ഷിതത്വം, നമുക്ക് പേര്, നമുക്ക് പെരുമ, ഇങ്ങനെ തരാത്ത എല്ലാ സാഹചര്യങ്ങളും വ്യക്തികൾക്കും അവസരം നിഷേധിക്കുക എന്നുള്ള നിലപാടാണ് ലോകത്തുള്ള നിലപാട്. ഈ നിലപാടിനെതിരാണ് ഈശോ പറയണത് 13:8 അതവിടെ നിൽക്കട്ടെ എന്ന് പറയണത്. ഒരു പക്ഷേ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം, നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കും. അയ്യോ, എന്നാ ഒരു വചനമാ കർത്താവിൻ്റെത്. അതായത് നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കുമെന്ന് മനുഷ്യരാശിയുടെ ഹൃദയത്തിലേക്ക് ദൈവയുടെ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഇട്ടിട്ട് പോയ വിത്തതാണ്. നാളെ ഇന്നിങ്ങനെയാണെങ്കിൽ വിഷമിക്കണ്ട, നാളെ നിന്റെ ജീവിതം, നിന്റെ വീട്, നിന്റെ ഭാവി കുറച്ചുകൂടി മെച്ചമായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നാളെ കുറച്ചുകൂടി മെച്ചമായിരിക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അവസരം കൊടുക്കുന്ന അപ്പൻ്റെ കാത്തിരിപ്പിൻ്റെ മാനസികാവസ്ഥയില്ലേ, അതാണ് ദൈവ മനസ്സെന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കിയാലേ നമ്മളീ ധൂർത്തപുത്രൻ എന്ന നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കഥയില്ലേ, അതിലെന്താ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടിയൊഴുക്ക് എന്താണ്?
ഒരവസരം കൂടി കൊടുക്കണം, മകനാകാൻ ഒരു അവസരം കൂടി. അയ്യോ എന്ത് രസമാണ് കേൾക്കാൻ. മകനാകാൻ ഒരവസരം കൂടി കൊടുക്കണം. പിതാവിൻ്റെ കഥയാണത്. അവനൊരു അവസരം ചോദിച്ചില്ല, അവസരം ചോദിച്ചില്ല. അവൻ പറഞ്ഞു, അപ്പാ അബദ്ധം ഒത്തിരി വന്നു പോയപ്പാ എന്ന് പറയും. അവൻ കണ്ണുനീരോടെയാണ് പറയണത്, എല്ലും കോലുമായെന്ന് പറഞ്ഞത്. അപ്പാ ഒത്തിരി അബദ്ധങ്ങൾ വന്നു പോയപ്പാ, ഒരബദ്ധം തന്നെയാണ് എൻ്റെ ജീവിതം. എങ്കിലും ഈ വേദിക്കെട്ടിൻ്റെ ഉള്ളിൽ നിൻ്റെ വേലക്കാരനാകാൻ ഒരവസരം. അയ്യോ എന്തൊരു ചോദ്യമാണ് അവൻ്റെ. അപ്പാ അബദ്ധങ്ങൾ വന്നുപോയപ്പാ, എങ്കിലും നിൻ്റെ വേദിക്കെട്ടിനുള്ളിൽ ഒരു വേലക്കാരനാകാൻ ഒരവസരം. വേലക്കാരൻ അത് കെഞ്ചി ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അപ്പൻ തളർന്നിട്ട് പറയും, അങ്ങനെ വേലക്കാരനാകാൻ ഒരവസരം നിനക്ക് അതിൻ്റെ ധർമ്മമല്ല. എന്നിട്ട് അപ്പം പറയും, നിങ്ങൾ അവന് കൈവിരലിലെ മോതിരമിട്. പിന്നെ അപ്പം വേലക്കാരോട് പറയും, നിങ്ങൾ അവന് കാലിൽ ചെരുപ്പിട്. എന്നിട്ട് അപ്പം വേലക്കാരനോട് പറയും, നിങ്ങളവന് നല്ല ഉടുപ്പ് കൊണ്ടുവന്നിട്, ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊന്ന് കാണട്ടവനെ, പണ്ടത്തെ എൻ്റെ മകനല്ലേ, അവനൊന്ന് കാണട്ടെ. പിന്നെ പറയും, നിങ്ങൾ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ല്, നിങ്ങൾ വിരുന്നൊരുക്ക്, നമുക്കൊരുമിച്ച് ഭക്ഷിക്കാം, നൃത്തക്കാരെ വിളിച്ചുകൊണ്ട് വാ. ഇങ്ങനെ അപ്പനിങ്ങനെ എല്ലാം പറയുമ്പോൾ അപ്പം പറയാതെ പറയണ ഒരു കാര്യമുണ്ട് 15:22, അതായത് മകനെ നിനക്കൊരവസരം വേലക്കാരനായി ചോദിച്ചാണ് നീ, പക്ഷെ ഞാൻ നിനക്ക് തരണത് മകനാകാൻ കൂടി ഒരു അവസരമാണ്. അത് നിനക്ക് തരണ ധർമ്മമല്ല, അത് നിനക്ക് തരണ ഔദാര്യമല്ല, അത് നിനക്ക് തരണ ഓശാരമല്ല, അത് ഞാൻ നിനക്ക് തരണ അവകാശമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ മഹത്വം. മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈ അപ്പൻ്റെ മാനസികാവസ്ഥകൾ പിന്നെയും വെളിവാകുന്നത് മത്തായി 20:15 അപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു, അതായത് വേലക്കാരൻ്റെ അവസരം ചോദിച്ചവന് മകൻ്റെ അവകാശം കൊടുത്തിട്ട് പറയും, അത് ഔദാര്യമല്ല, നിൻ്റെ അവകാശമാണെന്ന് പറയുന്ന അപ്പൻ്റെ മനസ്സില്ലേ? ഇതാണ് ദൈവ മനസ്സ്. എന്നിട്ട് ഈ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന പുസ്തകത്തിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്, ഇത് കാളയെക്കുറിച്ച് എഴുതിയിട്ടില്ല. കാളയെക്കുറിച്ച് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സിൽ നീയാണ്, മനുഷ്യനാണ്. ശ്രുതികട. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഈശോയ്ക്ക് ഭയങ്കര പ്രണയമായിരുന്നു. ആരോട്? അപ്പായോട്. ഈശോ സംസാരിക്കണ മൊത്തം കാര്യം അപ്പയെക്കുറിച്ചാണ്. നമ്മൾക്ക് മനസ്സിലാകത്തില്ല പെട്ടെന്ന്. പിതാവെന്നൊന്നും പേരൊന്നും പറയത്തില്ല. എന്നിട്ട് ചോദിക്കും, ഞാൻ ഉദാരനായത് നിമിത്തം. അപ്പൻ്റെ ഔദാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ 10:15 വരുമ്പോഴേ, മത്തായി 10:15 വരുമ്പോൾ എന്താ വായിക്കണത്? ഞാൻ ഉദാരനായത് നിമിത്തം നിങ്ങൾ അസൂയപ്പെടുന്നു, എനിക്കുള്ളത് എനിക്കിഷ്ടമുള്ളവർക്ക് കൊടുത്തുകൂടെ എന്ന്. ഇതെല്ലാം ഈ ധൂർത്തപുത്രൻ്റെ കഥയോട് ആ അവകാശം നൽകുന്ന, അവസരം നൽകുന്ന പിതാവിൻ്റെ മനസ്സിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഈ ദൈവത്തിൻ്റെ ഔദാര്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പായെക്കുറിച്ച് ഈശോയ്ക്ക് ഭയങ്കരമായി ഉള്ള ഒരു ഐഡിയ ഉണ്ടായി. അപ്പായെ അനുഭവിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് അപ്പായെ അറിയാമോ? എൻ്റെ മനസ്സിലൊക്കെ എപ്പോഴും പറയും, ഞാൻ കുരിശിൽ തൂങ്ങാം, മരിക്കാം, എന്നെ അവർ തുപ്പുകയോ ആട്ടുകയോ കുത്തുകയോ ചവിട്ടുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ, പക്ഷേ എൻ്റെ മനസ്സ് പറയണതേ, മക്കളെ എൻ്റെ അപ്പാനെ പോലെ നിങ്ങളായെങ്കിലെന്നാണ് ഞാനങ്ങനെ ആശിക്കണമെന്ന് പറയും. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനാണെന്ന്.
ഈശോ അനുഭവിച്ച അപ്പനാണത്. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനാണ്, അതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ശ്രുതികടെ ഹല്ലേലൂയ. 5:48 ശ്രുതികടെ ഹല്ലേലൂയ. വിവേകാരുണ്യത്തിന് കർത്താവിൻ്റെ വചനം വളരെ ഹൃദ്യമായി ഈശോ നമുക്ക് പകർന്നു തന്നു. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കൃപാസനത്തിൻ്റെ അൾത്താര പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലാണ് ആരാധന നടത്തുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ സങ്കടങ്ങൾക്കും അമ്മയുടെ നിരന്തരമായ മാധ്യസ്ഥം ഉണ്ടതിൻ്റെ തെളിവ് കൃപാസനത്തിൻ്റെ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാകും. സാക്ഷ്യം നിലക്കാത്ത, അപ്പനുറങ്ങാത്ത വീടെന്ന് പറഞ്ഞ പോലെ സാക്ഷ്യം നിലക്കാത്ത അൾത്താരയാണിത്. കാര്യം എന്താണ്? അമ്മ നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ്. ഈശോ ഇടപെടാവുന്ന വിഷയങ്ങളിലും ഇടപെടാൻ പാടില്ലാത്ത വിഷയങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് മക്കൾ ലൈവിൽ തന്നെ കയറി വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഗൂഗിൾ മീറ്റിൽ എന്തുമാത്രമാണ് വരണത്. എന്ത് സന്തോഷത്തോടും ആശ്വാസത്തോടും അവരത് പറയണത്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ജനങ്ങളുടെ വേദനകളുമായിട്ടാണ്, ജനങ്ങളുടെ ഭാരങ്ങളുമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് അവൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഭാരങ്ങൾ ആണ് അവൻ ചുമന്നത്, നമ്മുടെ രോഗങ്ങൾ ആണ് അവൻ വഹിച്ചത്. ഭാരങ്ങൾ ചുമക്കാനും രോഗങ്ങൾ വഹിക്കാനും അവൻ മനുഷ്യൻ്റെ അവതാരത്തിലെത്തുമ്പോഴേ അവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക. എന്നിട്ട് അവൻ പറഞ്ഞു, അവസാന കാലം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, അവസാന കാലം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചതവൻ. അർത്ഥവത്തായിട്ട് വാക്ക് പാലിക്കുന്നതാണ് അൾത്താരയിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധന സാന്നിധ്യമെങ്കിൽ ഭാരം വഹിക്കേണ്ട, ഭാരം എടുത്തു വെക്കേണ്ട, രോഗങ്ങൾ ഏൽപ്പിക്കേണ്ട സ്ഥലമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ കൃപയിൽ മക്കൾ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, രോഗാതുരമായ ഹൃദയഭാരത്തോടുകൂടി ശരീരം നുറുങ്ങി ഇന്നലെ രാത്രി വരെ ഉറക്കമില്ലാതെ വേദനപ്പെട്ടുകൊണ്ട് അവസാന അഭയം പോലെ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ ആരാധനയിലെ അഭയം തേടിയിരിക്കുന്ന മാരക രോഗികള് യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. ആശ്വാസത്തോടുകൂടി. എന്തിനാണെന്നറിയും അടിവയറ്റ് കേൾക്കാൻ പറഞ്ഞിരിക്കുന്നത്? അടിവയറ്റിൽ ഉണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണിത്. കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വെറുതെ ഗണിച്ച് പറഞ്ഞതല്ല. അടിവയറ്റിൽ ചിലപ്പോൾ ഈ സിസ്റ്റ് വളരുന്നവരുണ്ടാകും, അല്ലേ? ചില മൂത്രാശയത്തിൽ സിസ്റ്റ് വളരുന്നവരുണ്ടാകും, പിസ്റ്റുല രോഗികളുണ്ടാകും, PCOD രോഗികളുണ്ടാകും, അണ്ടാശയത്തിൽ നീർക്കെട്ടലുണ്ടാകും, ഫെല്ലോപ്പിൻഡും അതുപോലെ അണ്ടനാളികളും എല്ലാം ബ്ലോക്കായവരുണ്ടാകും, RSS രോഗികളുണ്ടാകും, അടിയുദരം ഇങ്ങനെ പെരുക്കണ പോലെ തോന്നണവരുണ്ടാകും, വയറ് തൂങ്ങണ പോലെ തോന്നണുണ്ടാകും, അതിൻ്റെ പേര് നടുവേദന അനുഭവിക്കുന്നവരുണ്ടാകും, വയറ് പൊള്ളുന്നവരുണ്ടാകും. എൻ്റെ മക്കളെ, കർത്താവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യത്തിൽ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, ഇതിന് ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഇപ്പോൾ അടിവയറ്റിൽ കർത്താവേ കൈവച്ചുകൊണ്ട് അനേകം മക്കളെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മരുന്ന് രേഖനമല്ല കർത്താവേ, അങ്ങനെ വചനമാണ് കർത്താവേ, അങ്ങനെ മക്കളെ സുഖപ്പെടുന്ന കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്ത്യൻ അടയാളത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമക്കളെ, നെഞ്ചത്ത് കൈവെക്കുക, നെഞ്ചിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികളുണ്ടാകും, ബസ്സിന് ക്യാൻസർ ഉള്ളവരുണ്ടാകും,
പതിരക്ക് നീര് കെട്ടിയവരുണ്ടാകും, വലിവ് രോഗികളുണ്ടാകും. അങ്ങനെയുള്ളവരെല്ലാവരും നെഞ്ചത്ത് കൈവെക്കണം. കർത്താവിൻ്റെ കൈയായി നിൻ്റെ കൈ മാറുന്ന സമയമാണ് മക്കളെ. കൃപാസാൽത്താറേന്ന് അമ്മ ഈ നിമിഷം നിനക്ക് വേണ്ടി നിന്നെ കാണുന്നുണ്ട്, നിൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്. കർത്താവ് നിൻ്റെ കണ്ണുനീര് തൂക്കി നോക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിലാക്കി അളന്നു വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവം തന്നെയാണ് അൽത്താറയിൽ ആരാധനയായിരിക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, മാരക രോഗികളെ, ഈശോ, മരണത്തെ മുഖാമുഖം കാണുന്ന രോഗികളെ, ഇനി മരുന്നില്ലെന്ന് തിരിച്ചറിയുന്ന രോഗികളെ ഇപ്പോഴും സ്പർശിക്കണമേ. മരുന്ന് ലേപനമല്ല കർത്താവേ, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. കർത്താവേ, ഇന്ന് തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരം വലതുകരം ആശ്വാസത്തിന്റെ വലതുകരം ഓരോ നെഞ്ചിലും പതിയട്ടെ. ഓരോ നെഞ്ചിലും യേശുവിന്റെ കരങ്ങള് പതിയട്ടെ. അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. ഈശോ, മാരക രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, തൊണ്ടയുടെ അസുഖങ്ങള് യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ഇനി മക്കളെ ശിരസിലാണ് കൈവെക്കേണ്ടത്. കർത്താവേ, നിന്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ കൈവെക്കുമ്പോൾ പറയണം, കർത്താവേ, ഇത് നിന്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അടിപ്പുറ പോലെ വൈദാഖാലം ദൈവികമായ ശക്തി നിന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി അഭിഷിക്തം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സമയമാണ്. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴേ വേദനയോടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോ, കർത്താവേ, ദിന മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം ആ തലകളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, തലയുടെ ഉള്ളിൽ വേദനയുള്ളവരുണ്ട് കർത്താവേ. തലയുടെ ഉള്ളിലെ മസ്തിഷ്കങ്ങളിലെല്ലാം കർത്താവ് രക്തോട്ടം കുറയുള്ളവരുണ്ട് കർത്താവേ. അവിടെയും ശിഷ്ടമുള്ളവരുണ്ട് കർത്താവേ. പലതരത്തിൽ രോഗങ്ങളുള്ളവരുണ്ട് കർത്താവേ. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, നക്കിൻ്റെ രോഗികൾ കർത്താവേ, തൊണ്ടയുടെ രോഗികൾ, യേശു ക്രിസ്തുവേ, ഈ നിമിഷം കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണം കർത്താവേ. ഈശോ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. സീസസിൻ്റെ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ഉള്ളംകാല് മുതൽ കർത്താവേ, ഉള്ളം ഉച്ചുവരെയുള്ള രോഗങ്ങൾ, പാങ്ക്രിയാസ് രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കരരോഗങ്ങൾ, ലിവർ രോഗങ്ങൾ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ. നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ. ത്വക്ക് രോഗങ്ങൾ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ മാർഗ രോഗങ്ങൾ ഇപ്പോഴും യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ കുരിശിന്റെ നാമത്തിൽ, കുരിശിന്റെ ശക്തിയാൽ സൗഖ്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് പ്രിയമക്കളെ, കൃപാസനത്തിന്റെ അൾത്താരയാണ്. 2004 ഡിസംബർ 7-ാം തീയതി ഈ അൾത്താരയിലാണ് നമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ ഇന്നുവരെ ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മൾ അതുപോലെ സമാന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർന്നു പോവുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം അമ്മ ഒരു തീരുമാനം, അപ്പായുടെ തീരുമാനം, ദൈവത്തിൻ്റെ കരുണയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദുരന്തത്തെപ്പോലെ തന്നെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ വിവാഹം ഒത്തുവന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ദുരന്തം പോലെയാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ദുരന്തം പോലെയാണ്. ജോലി ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. ആ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. ആ കുടുംബത്തിൽ വഴിയില്ല, വീടില്ല, വാടകയ്ക്ക് താമസിക്കണമെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ്. പഠിച്ചിട്ട് കയറണില്ല, അതുപോലെ തന്നെ നൈപുണ്യ പരീക്ഷകൾ, വ്യത്യസ്തങ്ങളായ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, ജോലി കിട്ടിയില്ലെങ്കിൽ കർത്താവ് അതെല്ലാം ദുരന്തം പോലെയാണ്. ഇങ്ങനെ സ്വകാര്യ ദുരന്തങ്ങളുടെ മേൽ കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ എഴുന്നള്ളിയിരിക്കുന്ന മധ്യസ്ഥം വഹിക്കുന്ന ഈ അൾത്താരയിൽ ഇപ്പോഴും ദിവ്യകുർബാന ജ്വലിച്ചു നിൽക്കുമ്പോൾ നിൻ്റെ ദുരന്തങ്ങൾക്കെതിരെ, നിൻ്റെ വ്യക്തി ദുരന്തങ്ങൾ, അത് രോഗമായാലും ക്ഷീണമായാലും വീടില്ലാത്ത അവസ്ഥയായാലും കർത്താവെ, അനേകം മക്കൾ കർത്താവെ, കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ കർത്താവെ, ഒത്തിരി പേർ സുഖപ്പെട്ടവരായ കർത്താവ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ കർത്താവ്, അതുപോലെ കർത്താവെ അനേകം മക്കൾ കർത്താവെ ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ, സമാധാനം ഇല്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളാൽ തകർന്നടിഞ്ഞിരിക്കുന്നവർ കർത്താവെ, അനുദിനം 10 ദിവസത്തെ ജീവിക്കാനുള്ള
അരി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഫേസ്ബുക്കിൽ കർത്താവ് അനേകം പേര് കർത്താവ് പോസ്റ്റ് ഇട്ടിട്ട് കർത്താവ് അതങ്ങനെയുള്ള എല്ലാവരുടെയും ജീവിതത്തെ ഞങ്ങളിപ്പോഴേ വരുമാനമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവ് രോഗത്തിന് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവ് അങ്ങനെ ദിവസത്തിൽ സമർപ്പിക്കുന്ന കർത്താവ് ഓരോ സംഭവങ്ങൾ വരുമാന മാർഗ്ഗങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു പോയിട്ടുള്ളവർ കർത്താവ് അതേസമയം തന്നെ ബാങ്കുകളിൽ അവരുടെ പലിശകളാൽ സഹിതം കർത്താവ് മുതലടക്കേണ്ടി വരുന്നവർ അതിൻ്റെ പേരിൽ കടമായി തരുന്നവർ കർത്താവ് ജെട്ട് നടപടി നീടുന്നവർ ഈശോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ എങ്ങനെ ജീവിക്കും ചത്താ മതി എന്ന് കർത്താവ് മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് പ്രാകുന്നവരുടെ കർത്താവ് എന്തൊരു കാലമാണ് കർത്താവ് ഇരുട്ടിൻ്റെ കാലത്ത് കർത്താവ് നിൻ്റെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവ് ഇന്ന് വരെ ഈ അൾത്താരെ ചൊരിഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ അടുത്ത് ചൊരിഞ്ഞിട്ടുള്ള കണ്ണുനീര് എല്ലാ വിശ്വാസത്തെ കണ്ണുനീര് കർത്താവ് ഇപ്പോൾ അങ്ങനെ ദിവസം സമർപ്പിക്കുന്ന കർത്താവ് ഈശോ നീ വിയർപ്പിന് കർത്താവ് ഓർമ്മയിൽ കർത്താവ് നീ വിയർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിന്നോട് ഞങ്ങൾ താണ് വീണ് കർത്താവ് കേണപേക്ഷിക്കുന്ന കർത്താവ് ഈശോ ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഓരോരോ തരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയുന്ന കർത്താവ് അവരെല്ലാം നിൻ്റെ അലിവാർന്ന അനുകമ്പയാർന്ന ജനക്കൂടത്തെ കണ്ടപ്പോൾ കർത്താവ് എനിക്ക് അനുകമ്പ തോന്നണമെന്ന് പറഞ്ഞ കർത്താവ് ആ അനുകമ്പ നിത്യമായി തോന്നിക്കൊണ്ടിരിക്കുന്ന നിത്യദൈവമേ സത്യദൈവമേ നിൻ്റെ വിശുദ്ധമായ വലത് കരങ്ങൾ കർത്താവ് മക്കളുമത്തിൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധമായ അൾത്താറയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിൻ്റെ ആരാധ്യമായ സന്നിധാനത്തിന് ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ. നിങ്ങളുടെ ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ. നിങ്ങളുടെ ജോലിയിടങ്ങളിൽ, നിങ്ങളുടെ വീടിൻ്റെ ഇടങ്ങളിൽ, നിന്റെ വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ, നിന്റെ സമാധാനത്തിൻ്റെ മേഖലകളിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ, നിന്റെ സാമ്പത്തിക മേഖലകളിൽ, നിന്റെ യാത്രാ മേഖലകളിൽ, നിന്റെ എല്ലാവിധ കൈവക്കങ്ങളുടെയും ജീവിതമാർഗ മേഖലകളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഉയർത്തതേറ്റ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരാമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ അനുഗ്രഹം നിറയട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. എന്തെങ്കിലും മൗനമായി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ സമയമുണ്ട്, ഇപ്പോൾ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും കർത്താവിനോട് മൗനമായി സങ്കടപ്പെടാനും ഭാരപ്പെടാനും ഉണ്ടെങ്കിൽ അമ്മ നിന്നെ നോക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി നിങ്ങളുടെ വേദനകൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. കൃപാസനത്തിൻ്റെ ആരാധനയുടെ ലിങ്ക് നിങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണത്. അറിയാത്തവരറിയാൻ വേണ്ടി, എൻ്റെ അക്കൗണ്ടിലുള്ളവരെല്ലാം ഈ ആരാധനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അവരെ ആശീർവദിച്ചുകൊണ്ട് നീ കർത്താവിന് വേണ്ടി പുണ്യപ്രവൃത്തി ചെയ്യണം. എന്നിട്ട് പറയണം, കർത്താവ് എൻ്റെ ഈ ഷെയറിങ് കാരണം അങ്ങേ അറിയാത്തവരറിഞ്ഞ് അങ്ങേ അനുഗ്രഹിക്കാൻ, അനുഗ്രഹം സ്വീകരിച്ച് ആത്മരക്ഷ നേടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ വേല പോലെ നീ ഷെയർ ചെയ്യണം ഇപ്പോഴേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ
എന്നും